ഒരു 200 മെഗാ പിക്സൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് ശരിക്കും നീതി പുലർത്തിയോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. Xiaomi 12T Pro 5G. ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം 77ഓളം സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഹയർ ആയിട്ടുള്ള മെഗാ പിക്സൽ ക്യാമറ എന്ന് പറയുന്നത് 108 മെഗാ പിക്സൽ ആണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 200 മെഗാ പിക്സലാണ്. അതായത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ 200 മെഗാ പിക്സലിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പം വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഈ ഒരു 200 മെഗാ പിക്സൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എത്തരത്തിലുള്ളതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ബോക്സിനകത്ത് വരുന്ന ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് TPU കേസ് ഉണ്ട്, ക്യാമറ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ളത്. 120 വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജർ അഡാപ്റ്റർ ഉണ്ട്, Type A to Type C ചാർജിങ് കേബിൾ, ഒരു സിം എജക്ടർ ടൂൾ, പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള Xiaomi 12T Pro 5G. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് ആണ്. ഇതുകൂടാതെ സിൽവർ ആൻഡ് ബ്ലൂ. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസ് മെറ്റീരിയലാണ്, മാറ്റ് ഫിനിഷ് ആണ് വരുന്നതെങ്കിലും ചെറുതായിട്ട് സ്മഡ്ജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 200 MP എന്ന് എഴുതിയിട്ടുള്ള ഒരു എംബ്ലം കാണാം. അതുപോലെ തന്നെ ബോക്സി ആയിട്ടുള്ള ക്യാമറ ഡിസൈൻ ആണ് വരുന്നത്. ഒരല്പം ബൾജായിട്ട് നിൽക്കുന്ന ഒരു ക്യാമറ ഡിസൈൻ ആണ്. പിറകിൽ ഒരല്പം കേർവ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. അതുപോലെ തന്നെ ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ആണ്. 8.6 mm ആണ് ബോഡി തിക്നെസ്. 205 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നതിന്. മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വോളിയം റോക്കേഴ്സ് വരുന്നത്. മുകൾ വശത്തായിട്ട് നമുക്ക് IR ബ്ലാസ്റ്റർ നോയ്സ് ക്യാൻസലേഷൻ മൈക്കും, ഇവിടെ സൗണ്ട് ബൈ ഹർമൻ കാർഡൻ എന്നുള്ളൊരു എംപ്ലം കാണാം. ഒരു സ്പീക്കർ ഗ്രില്ലുണ്ട്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡ്യുവൽ നാനോ സിം കാർഡാണ്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. Type C ചാർജിംഗ് പോർട്ട്, ഇന്റേണൽ മൈക്ക്, സ്പീക്കർ ഗ്രിൽ, ഇത്രയും കാര്യങ്ങളാണ് ഒറ്റ നോട്ടിൽ നമുക്ക് ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡിസൈനിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയും ഡിസൈൻ തന്നെയാണ് ഇതിൽ കാണാൻ സാധിച്ചത്. ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. 6.67 ഇഞ്ചിൻ്റെ MOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12 ബിറ്റ് ഡിസ്പ്ലേ ആണ്. 446 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. 900 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാലും നല്ല രീതിയിൽ കാര്യങ്ങൾ ഇതിൽ റീഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതുപോലെ 480 Hz ആണ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. HDR10+ ഇതിൽ സപ്പോർട്ടാണ്. ഡോൾബി വിഷൻ ഇതിൽ സപ്പോർട്ടാണ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, അതായത് ഒരു ഹൈ എൻഡ് സ്മാർട്ട് ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണമോ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മികച്ച ഡിസ്പ്ലേ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കളേഴ്സൊക്കെ ആക്യുറേറ്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. വ്യൂയിങ് ആംഗിളിലൊക്കെ പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ ഡിസ്പ്ലേ വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസർ ആയിട്ടുള്ള Qualcomm Snapdragon 8+ Gen 1 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് വരുന്നത്. 4 nm ആണ് ചിപ്സ് സൈസ്. ഒക്ടാകോറിൽ 3.19 GHz ആണ്. ക്ലോക്ക് സ്പീഡ് Adreno 730 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. GPU, അതായത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള GPU പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസ് ഇല്ലാതെ ലാഗ് ഫ്രീ ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരാഴ്ച നമുക്ക് യൂസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സ്റ്റോറേജ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ 3 മെമ്മറി വേരിയന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 8GB റാമിൽ 128, 8GB റാമിൽ 256GB, 12GB റാമിൽ 256GB. ഇത് കൂടാതെ തന്നെ 3GB വരെ നമുക്ക് റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നിലവിൽ ഖത്തറിൽ 12GB റാമിൽ 256GB എന്ന് പറയുന്ന മെമ്മറി വേരിയന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. LPDDR5 ആണ് റാം വരുന്നത്. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 3.1 ആണ്. കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇത് ഗ്ലോബൽ വേർഷൻ ആണ്. 14ഓളം 5G ബാൻഡ് ആണ് ഇതിൽ സപ്പോർട്ട് ആയിട്ടുള്ളത്. ഡ്യുവൽ 5G ബാൻഡ് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഷൻ. Wi-Fi 6 ആണ് വരുന്നത്. NFC കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. Android 12ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. MIUI വേർഷൻ വരുന്നത് 13.0.3 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുതായിട്ട് ഹാർഡ്വെയർസും ബ്ലോട്ട്വെയർസും ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല നമുക്ക് നോർമലി MI സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ Xiaomi സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിൽ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ വളരെ ഫാസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സറും കാര്യങ്ങളും അത്രയും പവർഫുൾ ആണ്. അതൊക്കെ കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇപ്പോൾ എനിക്കിതിൽ കിട്ടിയിട്ടുമുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണൊപ്പം ലഭിക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം ഏകദേശം അരമണിക്കൂറിനടുത്താണ്.
അതല്ലാതെ ബൂസ്റ്റ് ചാർജിങ് സ്പീഡ് എന്ന് പറയുന്ന ഒരു മോഡ് ഉണ്ട്. അത് എനേബിൾ ചെയ്താൽ 19 അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ഫുൾ ചെയ്യാൻ സാധിക്കും. എനിവേ ഈ ഒരു 8-9 ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഒരു 1.5 ദിവസത്തിന് മുകളിൽ നമുക്ക് ചാർജ് ഇതിൽ ലഭിക്കുന്നുണ്ട്. അതല്ല ഹെവി യൂസർ ആണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാനും സാധിക്കും. ഹർമൻ കാർഡിന്റെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്പീക്കർ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ബാലൻസ്ഡ് അല്ല, താഴ്വശത്താണ് കുറച്ച് അധികമായിട്ട് കേൾക്കാൻ സാധിക്കുന്നത്. നല്ല ലൗഡി ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ക്വാളിറ്റിയാണ് കേൾക്കാൻ സാധിച്ചത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇനി ഫേസ് ലോഗിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഫേസ് ലോക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ കോൾ ഓഫ് ഡ്യൂട്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിലും കളിച്ചിട്ടുള്ളത്. നമ്മൾ നോർമലി 30 to 45 മിനിറ്റ്സ് ആണ് നമ്മൾ കളിക്കാറുള്ളതെങ്കിൽ ഇതിൽ ഞാൻ ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും പ്രോസസ്സറും GPU എന്ന് പറയുന്ന ആ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസ് നമുക്കിതിൽ ലഭിച്ചിട്ടുണ്ട്. ലാഗിങ് ഇഷ്യൂ അല്ലെങ്കിൽ പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇവൻ ഹീറ്റിങ്ങിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്കിതിൽ കൂളിംഗ് ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ ചെറുതായിട്ട് വാം ആകുന്നുണ്ട് എന്നല്ലാതെ നമുക്ക് ഒരു ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ സ്മൂത്ത് ആയിട്ടും ലാഗ് ഫ്രീ ആയിട്ടും എനിക്ക് ഈ ഒരു ഗെയിം ഇതിൽ കളിക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ സപ്പോർട്ടും അതുപോലെ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ ശരിക്കും ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്കിതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഗെയിമറാണ് അല്ലെങ്കിൽ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ ആയിട്ടുള്ള ക്യാമറയെ കുറിച്ചാണ്. അതായത് 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 200 മെഗാ പിക്സലിന്റെ മെയിൻ ലെൻസ് f1.7 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പാച്ചർ സാംസങ്ങിന്റെ ISO സെൽ HP1 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സെൻസർ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടാണ്. ഐ ട്രാക്കിംഗ് ഫോക്കസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസും 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസ് ആണ് വരുന്നത്. ഇനി റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 റെസൊല്യൂഷനിലാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കുക. അതായത് മെയിൻ ലെൻസ് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് നോർമൽ ക്യാമറ ഓപ്പൺ ആക്കിയാൽ 12.5 മെഗാ പിക്സലിലും പിന്നെ വരുന്നത് പ്രോ മോഡിൽ നമുക്ക് 50 മെഗാ പിക്സലിലും പിന്നെ വരുന്നത് മോറിൽ അൾട്രാ HD അതായത് 200 മെഗാ പിക്സലാണ് നമുക്ക് നോർമലി ഈ ഒരു മെയിൻ ലെൻസ് ഉപയോഗിച്ച് ഫോട്ടോസ് എടുക്കാൻ സാധിക്കുക. ഇനി ഇത്തരത്തിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് എസ്പെഷ്യലി 12.5 മെഗാ പിക്സലിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ മിക്ക സമയത്തും നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് ലഭിച്ചിട്ടുള്ളത്. ഫോട്ടോസിൻ്റെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളാണ്. അത്യാവശ്യം കളർഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നതെങ്കിലും ഡേ ലൈറ്റ് പെർഫോമൻസ് വളരെ മികച്ചതാണ്. HDR പെർഫോമൻസും വളരെ മികച്ച പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. പോർട്രേറ്റ് ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പോലും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണ് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി 50 മെഗാ പിക്സലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 50 മെഗാ പിക്സൽ മോഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും നല്ല ഡീറ്റെയിലും ഷാർപ്പും നമുക്ക് ഫോട്ടോസിൽ ലഭിച്ചിട്ടുണ്ട്. ഇനി 200 മെഗാ പിക്സലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലരെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 200 മെഗാ പിക്സലിൻ്റെ ഫോട്ടോ എന്ന് പറയുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുക അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു 200 മെഗാ പിക്സലിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് നല്ല രീതിയിൽ ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവൻ സൂം ചെയ്താൽ പോലും നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ വളരെ നല്ല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. കാരണം ഒരു 200 മെഗാ പിക്സൽ റെസൊല്യൂഷൻ മാത്രം പോരാ, അതുകൂടാതെ തന്നെ സെൻസർ സൈസും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും ഒക്കെ ഇതിലൊരു ഘടകമാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണുകളിലൊക്കെ 200 മെഗാ പിക്സൽ വിത്ത് ഹയർ സൈസ് ആയിട്ടുള്ള സെൻസറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ഇതിലും മികച്ച രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലഭിക്കുമെന്ന കാര്യം കൂടി നമ്മൾ നോക്കുക. എനിവേ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു 200 മെഗാ പിക്സലിൻ്റെ സെൻസർ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അൾട്രാ വൈഡ് ലെൻസിൻ്റെ കാര്യം എടുത്താൽ നമുക്ക് അത്യാവശ്യം ഒരു ഓക്കെ ലെവൽ പെർഫോമൻസ് മാത്രമാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. മാക്രോ മോഡ് 2 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വാവ് ഫാക്ടർ ഒന്നുമില്ല, ജസ്റ്റ് നമുക്കൊരു ഓക്കെ ലെവൽ മാക്രോ പെർഫോമൻസ് മാത്രമാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ
20 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് ലഭിച്ചിട്ടുള്ളത്. സെൽഫിയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും മിക്ക സമയത്തെ ഫോട്ടോസും അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസാണ് ലഭിച്ചിട്ടുള്ളത്. ചില സമയത്ത് നാച്ചുറലും ചില സമയത്ത് ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസാണ് ലഭിച്ചിട്ടുള്ളത്. പോർട്രേറ്റ് പെർഫോമൻസ് നല്ലതാണ്. എഡ്ജ് ഡിറ്റക്ഷൻ ചില സമയത്ത് ചെറിയ രീതിയിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. HDR പെർഫോമൻസ് നല്ലതാണ്, ഈവൻ നൈറ്റ് പെർഫോമൻസ് നല്ലതാണ്. അപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. Xiaomi 12T Pro എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് ആണിത്. 8K 24 ഫ്രെയിം സെക്കൻഡിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. കളേഴ്സ് ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആണ്. സ്റ്റെബിലിറ്റി അത്യാവശ്യം നല്ലതാണ്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ 8K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് ഫോണുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു Xiaomi 12T Pro. 4K 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. 8K 24 ഫ്രെയിം സെക്കൻഡാണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. HDR നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ്. ഇനി ഓവറോൾ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ് ഇതിൽ കാണാൻ സാധിച്ചത്. Xiaomi 12T Pro എടുക്കുന്ന സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HDയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എങ്കിലും 30 ഫ്രെയിം പെർ സെക്കൻഡാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. കാരണം അതിലാണ് HDR സപ്പോർട്ടുള്ളത്. അപ്പോൾ HDR നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. സ്റ്റെബിലിറ്റിയും വളരെ നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. 4K ഇല്ല എന്നതാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. ഓവറോൾ വീഡിയോ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സെൽഫി വീഡിയോ ഫുട്ടേജ് തന്നെയാണ് കാണാൻ സാധിച്ചത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 256GB എന്ന് പറയുന്ന ഒരൊറ്റ മെമ്മറി വേരിയന്റ് ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 2549 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 52,000 രൂപ, 52,000 ആണ് ഇതിന് പ്രൈസ് വരുന്നത്. നിലവിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടില്ല. ഒരുപക്ഷെ ഈ ഒരു പേരിലോ അല്ലെങ്കിൽ മറ്റൊരു പേരിലോ ഒരുപക്ഷെ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ആയേക്കാം. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം എസ്പെഷ്യലി ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ മികച്ചതാണ്, ക്യാമറ പെർഫോമൻസ് മികച്ചതാണ്, സ്റ്റീരിയോ സ്പീക്കർ ക്വാളിറ്റി നല്ലതാണ്, ബാറ്ററി പെർഫോമൻസ് അത് ചാർജർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ മികച്ചതാണ്, ഓവറോൾ പെർഫോമൻസ് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണുകളിൽ ഒന്നായിട്ട് തന്നെയാണ് എനിക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ Xiaomi സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു Xiaomi 12T Pro 5G. ഇന്നത്തെ ഈ ഒരു Xiaomi 12T Proയുടെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അത്തരത്തിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് ദയവ് ചെയ്തൊന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. ആ ഒരു കാര്യം ഒന്ന് ദയവ് ചെയ്തൊന്ന് പരിഗണിക്കുക. ഇനി മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ വിട പറയുന്നു. സെയ്ദ് ഇർഷാദ്.